ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ആരുടെ പ്രചരണമായിരുന്നു അല്ലെങ്കിൽ ആരുടെ വർക്കായിരുന്നു ഏറ്റവും കൂടുതൽ മികച്ചു നിന്നത് എന്നത്, ആര് നിലമ്പൂരുകാർ ആർക്കൊപ്പം നിൽക്കുമെന്നത് നമുക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലാകുക. നമുക്കിപ്പോൾ അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് അൻവറിന്റെ പ്രചരണം, അൻവർ പ്രചരണ രംഗത്ത് അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി യുവാക്കളുടെ ഒരു വലിയ നിര തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യൂത്തന്മാർ സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. അപ്പോൾ അൻവർ ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണോ? എന്താണ് അൻവറിന്റെ പുതിയ നീക്കം? ലക്ഷ്മി, ആദ്യ ദിവസങ്ങളിലൊക്കെ അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ പോലും അത് പിൻവലിക്കും വരെ കാത്തിരിക്കാം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു നിലപാട്. കാരണം അൻവറിന്റെ കാര്യമാണ്, എങ്ങോട്ട് എപ്പോൾ തിരിയും എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. അതിനാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വരെ കാത്തിരുന്നു. അൻവറും അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കം UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം അൻവറും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ എന്നുള്ള ഉറച്ച നിലപാടിൽ UDF നേതൃത്വം നിന്നു. ആ ഒരു ഘട്ടത്തിൽ പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അൻവർ തയ്യാറായില്ല. അൻവറും സജീവമായി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇടത് വലത് മുന്നണികളും NDAയുടെ സ്ഥാനാർത്ഥിയും സജീവമായി പ്രചരണം തുടങ്ങി ഒരു ഘട്ടം ഓടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അൻവർ കൂടി ആ കളത്തിലേക്ക് എത്തുകയാണ്. അൻവറിന്റെ വരവ് ആർക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ UDF-ന് കിട്ടിയ വോട്ടുകൾ ഇത്തവണ കൃത്യമായി തന്നെ കിട്ടും. മാത്രമല്ല, കഴിഞ്ഞ തവണ അൻവർ പിടിച്ചത് UDF വോട്ടുകളായിരുന്നില്ല, LDF വോട്ടുകളായിരുന്നു. അതിനാൽ തന്നെ UDF-ന് നഷ്ടമുണ്ടാക്കില്ല എന്ന് അവർ കണക്ക് കൂട്ടുമ്പോൾ ഇത്തവണ UDF ക്യാമ്പിലേക്ക് കൂടി കടന്നു കയറി അൻവർ UDF-ന് ക്ഷീണമുണ്ടാക്കുമെന്ന് LDF-ഉം വിലയിരുത്തുകയാണ്. എന്തായാലും അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രണ്ട് മുന്നണികളുടെയും കണക്കനുസരിച്ച് 5000-നും 10,000-നും ഇടയിൽ വോട്ടിൽ അൻവർ ഒതുങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നഷ്ടമുണ്ടായില്ല എന്ന് ഇരുകൂട്ടരും കണക്കാക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. രാഗിൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ വിഷയമാണ് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. സാധാരണ ഒരു വെറും വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം ഒരു MLA തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഒരു ക്വാർട്ടർ ഫൈനലായി മാറുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നിർണായകമായ നിലമ്പൂരിൽ പോര് കനക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചരണമാണ് മുന്നോട്ട് വെക്കുന്നത്. അൻവറും അങ്ങനെ തന്നെ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കത്രിക ചിഹ്നത്തിലാണ് അൻവർ മത്സരിക്കുകയും ചെയ്യുന്നത്.